നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം. രാജ്യത്ത് നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകൾ ശക്തമായി തന്നെ തുടരുകയാണ്. പരിശോധനയിൽ ഇതിനോടകം നിരവധി പ്രവാസികളാണ് പിടിയിലായത്. താമസ നിയമലംഘകർ, ഗതാഗത നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ടവർ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിൽ പിടികൂടിയ 18,000-ലേറെ പ്രവാസികളെയാണ് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രാജ്യത്ത് നിന്ന് നാടുകടത്തിയത്. പിടിയിലായ നിരവധി പേർ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ തുടർ നടപടികളും കാത്ത് കഴിയുന്നുണ്ട്. ഗുരുതര ഗതാഗത നിയമലംഘനം കണ്ടെത്തിയതോടെയാണ് 18,486 പേരെ 6 മാസത്തിനിടെ നാടുകടത്തിയതെന്ന് കുവൈറ്റ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 8 മാസത്തിനിടെ 26 ലക്ഷം പേർ നിയമം ലംഘിച്ചു. ഇതിൽ 19.5 ലക്ഷം പരോക്ഷ നിയമലംഘനങ്ങൾ ആയിരുന്നുവെന്ന് ഗതാഗത ബോധവത്കരണ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ നവാഫ് അൽ ഹയ്യാൻ പറഞ്ഞു. അമിതവേഗം, റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് പോവുക, റേസിംഗ്, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്നിവ ഗുരുതര ട്രാഫിക് നിയമലംഘനങ്ങളിൽ പെടുന്നു. ഗതാഗത നിയന്ത്രണത്തിനും തിരക്ക് കുറയ്ക്കുന്നതിനും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവരെ പിടികൂടാനുമായി എല്ലാ ഗവർണറേറ്റുകളിലും കൂടുതൽ സുരക്ഷാ സേനകളെ വിന്യസിപ്പിച്ച് പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇൻഷുറൻസ് എടുക്കാതെയും പുതുക്കാതെയും റോഡിലിറങ്ങുന്ന വാഹനങ്ങളെ പിടികൂടാൻ പ്രത്യേക നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 120 പേരെയാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് അറസ്റ്റ് ചെയ്തത്. ജഹ്റ, ഫർവാനിയ, അഹമ്മദി തുടങ്ങിയ പ്രദേശങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിലാണ് ഇവർ പിടിയിലായത്. പിടിയിലായവരിൽ കൂടുതലും ഗാർഹിക തൊഴിലാളികളാണ്. നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും പരിശോധനകൾ തുടരാനുമാണ് നേരത്തെ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. സമീപകാലത്ത് മറ്റ് പല ഗൾഫ് രാജ്യങ്ങളും പ്രവാസികളോട് ഉദാരമായ നയം സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും തങ്ങളുടെ നയങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് കുവൈറ്റ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.